വ്യവസായ മേഖലയുടെ വികസനത്തിനും വളർച്ചയ്ക്കും കാരണം വിശുദ്ധ യൗസേപ്പിന്റെ മധ്യസ്ഥതയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജനത. ചങ്ങനാശ്ശേരി ദേശത്തുള്ള വെരൂർ സെന്റ് ജോസഫ് ചർച്ച് അതിരൂപതയിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ നാമധേയത്തിലുള്ള സുപ്രസിദ്ധമായ തീർത്ഥകേന്ദ്രമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചങ്ങനാശ്ശേരി പട്ടണത്തിനോടടുത്ത് ഏറ്റവും സമീപത്തിലായിട്ട് കിടക്കുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഏക ദേവാലയമാണ് വെരൂർ സെൻറ്റ് ജോസഫ് ദേവാലയം. ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാൻ കഴിയുക 1949 ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 254ഓളം കുടുംബങ്ങൾ ഒന്നു ചേർന്ന് ആരംഭിച്ച ഒരു ആരാധനാലയമാണ്. കാർഷിക മേഖലയിൽ, വ്യാപാര മേഖലയിൽ പ്രാധാന്യമുണ്ടായിരുന്ന ഈ പ്രദേശം ദേവാലയം ഒത്തിരി അകലെയായിരുന്നുകൊണ്ട് കുറുമ്പനാടം, ചങ്ങനാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നവരാണ്. അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിച്ചു വന്നതനുസരിച്ചും യാത്രാ സൗകര്യങ്ങൾ പരിമിതമായിരുന്നുകൊണ്ടും തങ്ങളുടേതായ ഒരു ദേവാലയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അവർ ഒരുമിച്ച് കൂടി തീരുമാനങ്ങളെടുക്കുകയും അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ചങ്കേരി സക്കറിയാസ് അച്ഛൻ 1 ഏക്കർ സ്ഥലം ദാനമായിട്ട് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാരംഭ ചരിത്രം. അതിനുശേഷം 1950 ഇവിടെ ഇപ്പോഴത്തെ ദേവാലയത്തിന് ശിലാസ്ഥാപനം നടത്തുകയും അതിൻ്റെ പണികൾ ഭാഗികമായിട്ട് പൂർത്തിയാക്കുകയും ആരാധനയും മറ്റ് കൂദാശ പരികർമ്മങ്ങളെല്ലാം ഇവിടെ നടക്കുകയും ചെയ്തിരുന്നു. 1962 പുണ്യശ്ലോകനായ ദേവദാസൻ മാർ മാത്യു കാവുകാട്ട് പിതാവ് ഈ ദേവാലയം ആശീർവദിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ആരംഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് 254 കുടുംബങ്ങൾ മാത്രമാണ്. ഇന്ന് 2013 അവസാനിക്കുമ്പോഴേക്കും 1140 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഈ പ്രദേശത്ത് കത്തീഡ്രൽ പള്ളി, ചങ്ങനാശ്ശേരി വലിയ പള്ളി പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലായിരുന്നു. അതിൻ്റെ അടുത്തുള്ള പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രം മാതാവിൻ്റെ നാമധേയത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾ കൃഷിയും വ്യവസായമൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നുകൊണ്ട് അവർ ആദ്യമേ കൂടി തീരുമാനിച്ചത് നമ്മളുടെ ഇടവക മധ്യസ്ഥൻ മാർ യൗസേപ്പ് പിതാവായിരിക്കണം എന്നുള്ളതാണ്. ആ കാലം തുടങ്ങി യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയിൽ ഇവർ വളരുകയും ഇവിടെ ഓരോ വർഷവും യൗസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാളും അതുപോലെ തന്നെ തൊഴിലാളി മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മെയ് മാസം ആദ്യത്തെ ആഴ്ചയിലും വളരെ കേമമായിട്ട് നടത്തിക്കൊണ്ട് പോരുന്നു. മാർച്ച് മാസത്തിൽ ഏതാണ്ട് 1985 മുതലാണെന്ന് തോന്നുന്നു, മാർച്ച് മാസത്തിൽ യൗസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ ശ്രാദ്ധ സദ്യയോടുകൂടി വളരെ ആഘോഷമായിട്ട് 9 ദിവസത്തെ നൊവേനയും അതോട് ചേർന്ന് പിന്നെ ഊട്ടുനേർച്ചയും ഒക്കെ നടത്തി. ഏതാണ്ട് ഇന്ന് ഈ 2013 കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 5000ഓളം ആളുകൾ ഈ നേർച്ചസദ്യയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള മാധ്യസ്ഥം ഒരു നൊവേന രൂപത്തിലാക്കണമെന്നുള്ള ആഗ്രഹം പൂർണ്ണമായത് ഇടവക ജനങ്ങളുടെ പ്രാർത്ഥനാപൂർണമായ കൂട്ടായ്മയിലൂടെയാണ്.
2000 മഹാജൂബിലി സമാപനത്തോടനുബന്ധിച്ച് അതേ വർഷം തന്നെയാണ് ഈ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷവും നടത്തപ്പെട്ടത്. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു സ്മരണിക എന്ന നിലയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ മഞ്ഞരി തയ്യാറാക്കണമെന്നുള്ളൊരു ആലോചന വരികയും അന്ന് ഇവിടുത്തെ ഇടവക വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട അബ്രഹാം മുപ്പർത്തറ അച്ഛൻ്റെ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി അന്നിവിടെ അസിസ്റ്റൻ്റ് വികാരിയായി സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കറിയയിൽ അച്ഛനും അതുപോലെ തന്നെ ഞങ്ങൾ ശ്രീ സണ്ണി പാത്തിക്കലും ഞാനും ഉൾപ്പെടുന്ന ഒരു ചെറിയ അംഗങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ നൊവേന ഇവിടെ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നൊവേന ആരംഭിച്ചപ്പോൾ അതൊരു നല്ല ഒരു സംരംഭമായിരിക്കത്തക്ക രീതിയിൽ അത്യാവശ്യമായ രീതിയിൽ അത് സംവിധാനം ചെയ്തുകൊണ്ട് അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യുകയും പുറത്തു നിന്നും ആളുകളെയൊക്കെ വിളിച്ച് വരുത്തി ഒരു നല്ല കൊയർ സംഘം തന്നെ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രാർത്ഥനകളും പാട്ടുകളുമൊക്കെ ഞങ്ങൾ വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ചു. അങ്ങനെ നൊവേന നല്ല ആകർഷകമായി ആളുകളിൽ അത് ചലനം സൃഷ്ടിച്ചു. നൊവേനകളിൽ പങ്കുകൊള്ളാൻ ആളുകൾ ധാരാളം വരികയായി. ഈ വർഷം തന്നെ മാർച്ച് 19 തുടങ്ങുന്ന എല്ലാ വർഷവും മാർച്ച് 19 ഞങ്ങൾ നടത്താറുള്ള മരണപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് ഇത് ഒരു 10 ദിവസത്തെ പ്രോഗ്രാമായിട്ട് 9 ദിവസത്തെ നൊവേനയും 10ാം ദിവസം ആഘോഷപൂർണ്ണമായ തിരുനാൾ ദിവസവും ആ രീതിയിൽ ഞങ്ങളത് ക്രമീകരിച്ചു. ഈ 9 ദിവസത്തെ നൊവേനയിൽ പങ്കുകൊള്ളുവാനായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ നൊവേന ഏറ്റുകഴിക്കുവാൻ നിയോഗാർത്ഥികളായിട്ട് ധാരാളം ആൾക്കാർ കടന്നു വരികയും അങ്ങനെ വർഷം തോറും ഇത് ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് എല്ലാവരുടെയും ഒരു ആശാ കേന്ദ്രമായ ഈ ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അത്ഭുത സിദ്ധിയിൽ ആകർഷകരായിട്ട് ഞങ്ങൾ ഇവിടെ ഈ നൊവേന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആവശ്യങ്ങൾ ധാരാളമുള്ളതുകൊണ്ട് പല പള്ളികളും ഇങ്ങനെ നൊവേനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വെരൂർ പള്ളിയിൽ മാത്രം നൊവേന ഇല്ലാത്തതിൻ്റെ സ്വകാര്യ ദുഃഖം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 1987 ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ വളരെ ഭംഗിയായിട്ട് പോയി. പിന്നെ അത് ഒരു ജപ്തിയിലേക്ക് നീങ്ങേണ്ട അവസരം വന്നു. അങ്ങനെ ഞാൻ കരഞ്ഞ് നമ്മുടെ ഔസേപ്പിതാവിൻ്റെ നടയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ നേർച്ചയായിട്ട് ഒരു കുപ്പി എണ്ണ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും ഈ ലോൺ തീരുന്നവരെങ്കിലും കൊടുക്കാൻ ഞാൻ ഏറ്റു. അങ്ങനെ എണ്ണ കൊടുക്കാൻ തുടങ്ങി. ഔസേപ്പിതാവ് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോൺ പതിയെ തീർത്തു. ഫാക്ടറി 1, 2, 3, 4 ഫാക്ടറികൾ സ്ഥാപിച്ചു. അതൊക്കെ വളരെ ഭംഗിയായിട്ട് പോയപ്പോഴത്തേക്കാണ് ഇവിടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ശ്രീ ജോസഫ് കറുകയിൽ അച്ഛൻ ഇവിടെ ചാർജ് എടുത്തത്. ഞാൻ അന്ന് വൈകുന്നേരം എണ്ണ കൊടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛനുമായിട്ട് പരിചയപ്പെടുകയും ഇവിടുത്തെ ഒരു നൊവേനയുടെ ഔസേപ്പിതാവിൻ്റെ ശക്തിയെപ്പറ്റിയൊക്കെ ധാരാളം സംസാരിച്ചു. ഇവിടുത്തെ നൊവേനയുടെ ഒരു ഇല്ലായ്മയെപ്പറ്റി ഞാൻ സ്വകാര്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഞാനും അദ്ദേഹം കൂടിയിരുന്ന് എഴുതി തയ്യാറാക്കി. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട വരൂരിടവക എന്ന പ്രസിദ്ധമായ ഈ ദേവാലയം അഭിമന്യ മാത്യു കാവുകാട്ട് പിതാവിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി ചങ്ങനാശ്ശേരിയിലെ നിവാസികൾക്ക്, പ്രത്യേകിച്ച് വരൂരിടവക്കാർക്ക് വളരെയധികം ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്ത ഒരു ദേവാലയമാണ് വരൂരിടവക. ഈ ദേവാലയം ഇവിടെ നിർമ്മിച്ചപ്പോൾ ഇവിടെയുള്ള പൂർവികരെ ഇത്രയധികം ഒരു അനുഗ്രഹം ചൊരിയുമെന്ന് ഇവിടെ കരുതിയിരുന്നില്ല. അതുപോലെ ഈ പ്രദേശത്തിന് ഒരു വിളക്കായി മാറിയ വരൂരിടവക ഇന്ന് ലോകത്തു തന്നെ ഈ ചങ്ങനാശ്ശേരിക്ക് മുഴുവനും അഭിമാനമായി നിലകൊള്ളുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നൊവേനയിലൂടെയുള്ള മാധ്യസ്ഥം വഴിയായി നിരവധിയായ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് ലഭിച്ചുവെന്ന പഴയ തലമുറയുടെ ബോധ്യം പുതിയ തലമുറയ്ക്ക് യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിക്ക് തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. ഞാൻ ഈ വരൂർ ഇടവകാരിയായിട്ട് 56 വർഷം കഴിഞ്ഞു. അന്ന് മുതലേ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥയാൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിക്കുകയും ഒത്തിരി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഒത്തിരി കൃപകളും വരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ പഠിപ്പ്, ജോലി, സമയാസമയത്ത് ഒരപ്പൻ എന്ന നിലയിൽ
എനിക്ക് എല്ലാ കാര്യങ്ങളും ഔസേപ്പിതാവ് സമയാസമയത്ത് തന്നെ ക്രമീകരിച്ച് തന്ന് എൻ്റെ മക്കളെയൊക്കെ നല്ല ഒരു ഉന്നത നിലയിൽ തന്നെ എത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും കഴിഞ്ഞ വർഷം തന്നെ ഞാൻ ഒരു മറ്റ് ജാതിയിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഞങ്ങളുടെ മകന് കല്യാണമൊന്നും ആകുന്നില്ല, 2 ചേട്ടനും അനിയനായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അവനും ബുദ്ധിമുട്ടുണ്ട്, ഒരു കല്യാണം ഞാൻ ഈ മാർച്ച് 18-ാം തീയതി 1 വർഷമാകും. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടായി ആ കല്യാണം നടന്നു. അവർ കഴിഞ്ഞാണ്ടിലത്തെ നൊവേനയ്ക്ക് അവരും രൂപ ഇവിടെ കൊണ്ടു കൊടുത്തു. എൻ്റെ മാതാപിതാക്കൾക്ക് 7 പെൺമക്കളായിരുന്നു. അവർക്കൊരാണിന് വേണ്ടി ആഗ്രഹിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിനോട് മാധ്യസ്ഥം അപേക്ഷിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിനോട് മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് 8ാമത്തെ ഒരാൺകുട്ടി ഉണ്ടാകുകയും എനിക്ക് ജോസഫ് എന്ന പേര് നൽകുകയും ചെയ്തു. ഇന്ന് ഞാനൊരു മദ്യപാനിയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ദൈവം മോചനം നൽകി. അത് ഔസേപ്പിതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനാ ഫലമായി എൻ്റെ കുടുംബത്തിന് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ട് അത് ഞങ്ങൾ കരുതുന്നു. ഇന്ന് ഞങ്ങളുടെ ഈ ഇടവകയിൽ ട്രസ്റ്റിയായിട്ട് വർക്ക് ചെയ്യുന്നു. പോരാഞ്ഞിട്ട് ഇന്ന് സുവിശേഷ വേലയിൽ സജീവമായ രീതിയിൽ ഇന്ന് ഓരോ ധ്യാന സെൻ്ററിലും ഞാൻ പ്രവർത്തിക്കുന്നു. അനുഗ്രഹങ്ങൾ നൽകുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ വെരൂർ ഇടവക മക്കൾക്ക് നന്ദി പ്രകടനത്തിൻ്റെയും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയും ഭാഗമാണ്. ഇടവക ജനത മുഴുവൻ ഒന്നായി ചേർന്ന് ഒരുക്കുന്ന ഈ സ്നേഹവിരുന്ന് പുതിയ തലമുറയ്ക്ക് ഒരു വിശ്വാസവിരുന്നായി മാറുകയാണ്. ഈ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥതയിലും വിശ്വാസ തീക്ഷ്ണതയിലും 14 സംഘടനകളും പ്രസ്ഥാനങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നു. ഈ സംഘടനകളും പ്രസ്ഥാനങ്ങളുമെല്ലാം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വിശ്വാസ തീക്ഷ്ണതയിലുമാണ് വളർന്നു വരുന്നത്. അതനുസരിച്ചാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും വർഷത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് മാർച്ച് 19 നടക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ. ഈ ഇടവകയിലുള്ള 14 സംഘടനകളും പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഇടവകയിലെ 40 യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന കുടുംബ കൂട്ടായ്മകൾ, ഇടവകയുടെ സമീപ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർ, ഏകദേശം 3 ജില്ലകളിൽ നിന്ന് എത്തുന്ന ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടിയെത്തുന്ന വലിയ ജനക്കൂട്ടം, അതോടൊപ്പം തന്നെ വെരൂർ പള്ളിയുടെ സമീപത്ത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള 60 ഫാക്ടറികൾ ഉൾക്കൊള്ളുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, വിദേശങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ വന്നിട്ടുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ എസ്റ്റേറ്റിലെ മുഴുവൻ തൊഴിലാളികളുടെയും ഈ ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും സമീപ ജില്ലയിൽ നിന്നെത്തുന്ന മുഴുവൻ ആളുകളുടെയും സഹകരണത്തിലാണ് ഇവിടെ നേർച്ച സദ്യ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനുള്ള ഉൽപ്പന്നങ്ങളും ഇതിനുള്ള ഭക്ഷണ സാധനങ്ങളുമെല്ലാം വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിക്കുകയും 10 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം തലേ ദിവസം വലിയൊരു ജനക്കൂട്ടം ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ ഭക്ഷണങ്ങൾ ഒരുക്കുകയും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. മാർച്ച് 19-ാം തീയതി ഇടവകയ്ക്ക് മാത്രമല്ല മധ്യ തിരുവിതാംകൂറിന് തന്നെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു വലിയ തിരുനാളായിട്ടാണ് ഇടവകയുടെ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. വ്യവസായ ഗ്രാമത്തിലെ ജോലികൾ ആരംഭിക്കുന്നതിന് മുൻപ് തൊഴിലാളികളും തൊഴിൽദാതാക്കളും ഈ കുരിശടിയിലും ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനോടും പ്രാർത്ഥിക്കുന്നത് ഈ മേഖലയിലെ സമാധാനപൂർണമായ തൊഴിൽ സംസ്കാരത്തിന് കാരണമാകുന്നു. കാലഘട്ടത്തിൽ ശുശ്രൂഷകൾ ആരംഭിച്ച നമ്മുടെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഇടവക ദേവാലയത്തിന് അതിന് യോജ്യമാം വിധം ഒരു കുരിശടി ഉണ്ടാകുക എന്നുള്ളത് ഈ ഇടവക ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അതിനായി വളരെ നാളുകൾക്ക് ശേഷം 1971-72 കാലഘട്ടത്തിൽ അന്നത്തെ വികാരിയായിരുന്ന
പെരിയ ബഹുമാനപ്പെട്ട എമ്മാനുവൽ മങ്കന്താനം അച്ഛൻ രൂപകൽപ്പന ചെയ്ത കുരിശടി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. 40 അടി ഉയരത്തിൽ 30 അടി ചുറ്റളവിൽ നിർമ്മിച്ച ഈ കുരിശടി ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകൾ യാചിച്ചുകൊണ്ട് ഈ കുരിശടിയിൽ വന്ന് അനുഗ്രഹത്തിനായി അപേക്ഷിക്കുന്നത് നമുക്കെന്നും കാണുവാൻ സാധിക്കും. ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങളിലെ തൊഴിലാളികളും യാത്രക്കാരും ഈ കുരിശ് നടയിൽ വന്ന് സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കുന്നത് എന്നും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ബാലനായ യേശുവിനെയും തൻ്റെ തൊഴിലിനോടൊപ്പം പങ്കാളിയാക്കുന്ന സന്ദർഭങ്ങൾ നാം ദർശിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തൊഴിലിനോടുള്ള ആഭിമുഖ്യമാണ് വെളിപ്പെടുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ നമ്മുടെ ഇടവകയിലും തൊഴിലാളി മധ്യസ്ഥൻ്റെ നാമധേയത്തിൽ KLM-ൻ്റെ സജീവമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടവകയും ആ മധ്യസ്ഥൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി, തൊഴിലിൻ്റെ മഹത്വം പ്രാപിക്കുവാനായി സദാ ജാഗരൂകമായ ഒരു നിര തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. വിദ്യ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇന്ന് വെരൂർ ഇടവക സമൃദ്ധി കൈവരിക്കുമ്പോൾ അതെല്ലാം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഈ ജനത വിശ്വസിച്ചു പോരുന്നത്. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനും തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവ് തങ്ങളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും പടർന്നുയരുവാനുള്ള തണൽമരമായി വെരൂർ ജനത സ്വീകരിക്കുന്നു. ഒരു നാടിൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും മാധ്യസ്ഥമാകുന്നുവെന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് വെരൂർ ഇടവകയുടെ ഭൗതികമായ വളർച്ചയും ആത്മീയമായ ഉയർച്ചയും. ഓരോ വർഷവും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാൾ നന്ദിയോടെ ആചരിച്ച് ഇടവക ജനത ഒന്നാകെ വിശുദ്ധനു മുമ്പിൽ കുമ്പിട്ട് വണങ്ങുന്നു. വത്സലതാത ഞങ്ങൾ നിന്നെ വണങ്ങിടുന്നു. ദാവീദിൻ പ്രിയ വംശജനാകും ധന്യാത്മാവാം വത്സലതാത, അമ്മനുവേലിൻ മാതാവാകും മറിയത്തിൻ പ്രിയ വല്ലഭനേ നീ. നിർമ്മലമായൊരു പാവന ജീവിതം പാരിൽ നയിച്ചൊരു പുണ്യാത്മാവേ, പ്രതിസന്ധികളിൽ ദൈവസ്വരത്തിനു വിനയമൊഴന്നു കാതോർത്തവനേ, നസ്രസ്സാകും തിരുഭവനത്തിൻ സംരക്ഷകനാം സ്നേഹപിതാവേ, വികലമധ്വാനത്തിൻ മാതൃക മഞ്ഞിൽ കാട്ടിയ വന്യഗുരു നീ. മാർയോസേപ്പേ വത്സലതാത ഞങ്ങൾ നിന്നെ വണങ്ങിടുന്നു.